أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون وعليها وعلى الفلك تحملون صدق الله العظيم. സൂറത്തുൽ മുഅ്മിനൂൻ 21-2. വഇന്ന ലക്കും, നിശ്ചയം നിങ്ങൾക്കുണ്ട്, ഫിൽ അൻആമി, ഈ കാലികളിൽ, ഈ വളർത്തുമൃഗങ്ങളിൽ എന്നർത്ഥം. അതിനാണ് അൻആം എന്ന് പറയാം. ലഇബ്റത്തൻ, ഉറപ്പായിട്ടും ഒരു ഗുണപാഠം. നുസ്ഖീക്കും, നാം നിങ്ങളെ കുടിപ്പിക്കുന്നു, മിമ്മാ ഫി ബുതൂനിഹ, അതിൻ്റെ വയറുകളിൽ ഉള്ളതിൽ നിന്ന്, വലക്കും ഫീഹ, നിങ്ങൾക്ക് അതിലുണ്ട്, മനാഫിഉ കസീറ, ധാരാളം പ്രയോജനങ്ങൾ, വമിൻഹ, അവയിൽ നിന്ന് തഅക്കുലൂന, നിങ്ങൾ തിന്നുന്നു, വഅലൈഹ, അവയന്മേലും, വഅലൽ ഫുൽക്കി, കപ്പലിന്മേലും, തുഹ്മലൂൻ, നിങ്ങൾ വഹിക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് വിശ്വാസികളുടെ വിശ്വാസം യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ കൃഷിയെയും മരങ്ങളെയും കുറിച്ച് ഒക്കെയാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ അല്ലാഹു തആല മനുഷ്യന് ഇണക്കി തന്ന ജന്തുക്കളുണ്ട്. അവയെ കൂടി ആശ്രയിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ ജന്തുക്കളുടെ കാര്യമെടുത്താൽ മനുഷ്യനില്ലെങ്കിലും അവ ജീവിക്കും. നമ്മുടെ വളർത്തുമൃഗങ്ങൾ പോലും, അവയിൽ കുതിരയുണ്ട്, കാട്ടുകുതിരയുണ്ട്, ഒട്ടകമുണ്ട്, കാട്ടു ഒട്ടകമുണ്ട്, കോഴിയുണ്ട്, കാട്ടുകോഴിയുണ്ട്, കാട്ടാട്, കാട്ടുപോത്ത് ഒക്കെ ഉണ്ട്. മനുഷ്യരില്ലാതെയും അവൻ ജീവിക്കും. പക്ഷേ അവയില്ലാതെ മനുഷ്യന് ജീവിക്കുക വലിയ പ്രയാസമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഗുണപാഠമുണ്ട് എന്നാണ് പറഞ്ഞത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്നൊക്കെ അല്ലാഹു തആല വേറെയും ചോദിച്ചതുണ്ടല്ലോ. ഒട്ടകങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. അങ്ങനെ അവയെക്കുറിച്ച് ആലോചിച്ചാൽ മുഅ്മിനാകുന്നത് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഈമാൻ യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമാക്കും എന്നർത്ഥം. എന്നിട്ട് അതിൽ ചില ഉദാഹരണങ്ങൾ പറയാണ്. നുസ്ഖീക്കും മിമ്മാ ഫി ബുതൂനിഹ, അവയുടെ വയറ്റിലുള്ളതിൽ നിന്ന് നിങ്ങളെ കുടിപ്പിക്കുന്നു. ഉദ്ദേശ്യം പാലാണ്. അഥവാ പശു അല്ലെങ്കിൽ ഒട്ടകം ഒക്കെ പലതരം ഭക്ഷ്യപദാർത്ഥങ്ങൾ തിന്നുന്നു. എന്നിട്ട് അതിൽ നിന്ന് വളരെ വ്യവസ്ഥാപിതമായി തന്നെ എല്ലാ പോഷക ഗുണങ്ങളുമുള്ള പാല് കിട്ടുന്നു. തിന്നുന്ന സാധനങ്ങളിൽ രുചിയില്ലാത്തതും കയ്പുള്ളതും ഇങ്ങനെ പലതരം പദാർത്ഥങ്ങളുണ്ട്. മനുഷ്യന് തിന്നാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് സാധനങ്ങളാണ് പുല്ലൊക്കെയായിട്ട് ഈ കാലികൾ തിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുറത്തു വരുന്നതോ വളരെ പോഷക സമ്പുഷ്ടമായ, അതുപോലെ വളരെ രുചികരമായ. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നുസ്ഖീക്കും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർത്തിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. അവയുടെ വയറ്റിൽ നിന്ന്, ചോരക്കും ചാണകത്തിനുമിടയിൽ നിന്ന് ഒരു പാനീയം നാം നിങ്ങളെ കുടിപ്പിക്കുന്നു. അത് നറും പാലാണ്. ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവന്
ആസ്വാദ്യകരമായ പലതരം പദാർത്ഥങ്ങൾ തിന്നിട്ട് അതിൻ്റെ ഒരു ഫലം എന്ന നിലക്ക് പുറത്തു വരുന്നത് അതാണ്. ഇതിൽ പാഠമുണ്ടെന്ന് പറഞ്ഞത് എന്താണോ തിന്നുന്നത് അതിനനുസരിച്ചല്ല പാല് വരുന്നത്. പാലിൻ്റെ ഒരു പ്രകൃതത്തിലാണ് വരുന്നത്. എന്ത് തിന്നാലും ശരി, അതിൽ നിന്ന് വരുന്ന ആ പാലിൻ്റെ പ്രകൃതമാണ് ഉള്ളത്. ഇത് ഇത്ര വ്യവസ്ഥാപിതമായിട്ട് സംവിധാനിച്ചിരിക്കുന്നത് ആരാണ്? അള്ളാഹു അല്ലാതെ വേറെ ആരുമുണ്ട് എന്ന് മുശ്രിക്കുകൾക്ക് വാദമില്ല. സയൻസിനും കൃത്രിമമായി അല്ലെങ്കിൽ താനേ ഇതിങ്ങനെ ശാസ്ത്രജ്ഞൻ ദൈവനിഷേധിയാകുമ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ യാദൃച്ഛികമായി ഇങ്ങനെ സംഭവിക്കുന്നതാണ്, ആരും ആസൂത്രണം ചെയ്തതല്ല. പക്ഷേ ലോകത്തുള്ള കാലികൾ മുഴുവനും വളരെ ആസൂത്രിതമായിട്ടാണ് ഇത് പാല് ഉൽപ്പാദിപ്പിക്കുന്നത്. അതാരാണ് പിന്നെ യാദൃച്ഛികതയാണെങ്കിൽ പാല് തന്നെ വരണമെന്നില്ല, വേറെന്തെങ്കിലും പദാർത്ഥം വരാം, അല്ലെങ്കിൽ ആ തിന്ന സാധനത്തിൻ്റെ സ്വഭാവമുള്ള കയ്പുള്ളതോ പച്ചനിറമുള്ളതോ ഒക്കെ വരാം. അതൊന്നും വരുന്നില്ല. ഇങ്ങനെ വളരെ നല്ല പാല്, നറും പാൽ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാലോചിച്ചാൽ അറിയാം ഇതൊക്കെ ആസൂത്രിതമായി ഒരുത്തൻ നടത്തുന്നതാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. വലക്കും ഫീഹ മനാഫിഉ കസീറ, നിങ്ങൾക്ക് വേറെയും ധാരാളം പ്രയോജനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അഥവാ അതിൻ്റെ മാംസം, അതിൻ്റെ കാലികളുടെ മാംസം, കാലികളുടെ രോമം, സൂറത്തു നഹ്ലിൽ തന്നെ മിൻ ഔസാഫിഹ അസ്വാഫിഹ വ ഉബാരിഹ വ അഷ്ആരിഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ അതിൻ്റെ പിന്നെ രോമം, അതിൻ്റെ തോല്, ഇങ്ങനെയുള്ളതൊക്കെ മനുഷ്യൻ ഉപയോഗിക്കുന്നു. അതുപോലെ വമിൻഹ തഅക്കുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ തിന്നുന്നു എന്നതിന് കഴിഞ്ഞ ആയത്തിൽ വന്നതുപോലെ രണ്ടർത്ഥവും ഉണ്ടാകാം. അഥവാ നിങ്ങളുടെ അതാണ് നിങ്ങളുടെ വരുമാനമാർഗം എന്നുമാകാം, അല്ല അതിൻ്റെ മാംസം നിങ്ങളുടെ ഭക്ഷണമാണ് എന്നുമാകാം. രണ്ടും വസ്തുതയാണ്. അങ്ങനെയൊക്കെയുള്ള കാലികളെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. വഅലൈഹ വഅലൽ ഫുൽക്കി തുഹ്മലൂൻ, ആ കാലികളുടെ മേലും അതുപോലെ കപ്പലിന്മേലും തുഹ്മലൂൻ, നിങ്ങൾ വഹിപ്പിക്കപ്പെടുന്നു. സൂറത്തു നഹ്ലിൽ വതഹ്മിലു അസ്ഖാലക്കും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗൈഹി ഇല്ലാ ബിശിഖിൽ അൻഫുസി, നിങ്ങൾ വളരെ ക്ലേശിച്ചുകൊണ്ടല്ലാതെ എത്തിപ്പെടാൻ കഴിയാത്ത പ്രദേശത്തേക്ക് അവ നിങ്ങളുടെ ഭാരം വഹിക്കുന്നു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ, അവര് നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ട് അൻആമുകളെ, കാലികളെ അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് അവർ കാണുന്നില്ലേ? അവരതിൻ്റെ ഉടമസ്ഥന്മാരാണല്ലോ. വദല്ലൽനാഹാ ലഹും, എന്നിട്ട് അവയെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. വമിൻഹാ റുക്കൂബുഹും വമിൻഹാ യഅ്കുലൂൻ, അവയാണ് അവരുടെ വാഹനം, അതിൽ നിന്നാണ് അവർ തിന്നുന്നത്. വലഹും ഫീഹാ മനാഫിഉ വ മശാരിബു അഫലാ യഷ്കുറൂൻ, ആ കാലികളിൽ നിന്ന് അവർക്ക് പ്രയോജനങ്ങളും അതുപോലെ പാനീയങ്ങളുമുണ്ട്, എന്നിട്ട് അവർ നന്ദി കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സൂറത്തു യാസീനിൽ. അത്തരമൊരു വർത്തമാനം തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അഥവാ നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളുണ്ടായത് ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ കൈവശമാണ്. വലഖദ് ഖലഖനാ ഫൗഖക്കും സബ്അ തറായിഖ, നിങ്ങളുടെ സൃഷ്ടിപ്പ് രൂപപ്പെടുത്തിയത് അശ്രദ്ധമായിട്ടല്ല. വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, പിന്നെ ആകാശത്ത് നിന്ന് നിങ്ങളിലേക്ക് വരുന്ന മഴ അത് വളരെ നിയന്ത്രിതമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഭൂമിയിൽ വെള്ളസ്രോതസ്സുകളുണ്ടായി, അത് ഇല്ലാതെയാക്കാനും അവൻ കഴിവുള്ളവനാണ്. അതുപോലെ തോട്ടങ്ങൾ ഉണ്ടാക്കി തന്നു, മരങ്ങൾ, അതുപോലെ ഓയിൽ, എണ്ണക്കുള്ള പിന്നെ ഒലിവ് പോലുള്ളത് ഒക്കെ ഉൽപ്പാദിപ്പിച്ചു തന്നു. പിന്നെ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന മൃഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ധാരാളം പ്രയോജനങ്ങൾ തരുന്നു. ഇതൊക്കെ അല്ലാഹു തആല ചെയ്തു തന്നതാണ്. അവിടെ യാസീനിൽ ചോദിക്കുന്നത് പോലെ അഫലാ യഷ്കുറൂൻ, എന്നിട്ട് അവനോട് നന്ദി കാണിക്കുന്നില്ലേ എന്നാണ്. ഇവിടെ അത് തന്നെയാണ്. സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് താഴ്മയുള്ളവരാണ്.
ഫി സലാത്തിഹിം ഖാശിഊൻ. അവർ വിജയിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടും അവരുടെ നിലപാടും വളരെ വസ്തുതാപരമാണ്, വളരെ യാഥാർത്ഥ്യ അധിഷ്ഠിതമാണ്. ബാക്കിയുള്ളവരുടേതൊക്കെ ലലാലത്താണ്, അല്ലെങ്കിൽ വെറും സങ്കല്പങ്ങളാണ്, അടിസ്ഥാനമില്ലാത്ത തെളിവില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഉറപ്പായിട്ടും അവർ ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്നവർ തന്നെയാണ്. കാരണം അവരുടെ വിശ്വാസം, അവരുടെ കാഴ്ചപ്പാടും യാഥാർത്ഥ്യാധിഷ്ഠിതമാണ് എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും. കാരണം ഈ വക സാധനങ്ങളൊക്കെ, ഈ പറഞ്ഞതൊക്കെ അന്ധവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേറെ പലതുമാണ്. അഥവാ ആകാശത്തെക്കുറിച്ച് ഒന്നും അവർക്ക് അറിയില്ല. പിന്നെ നക്ഷത്രങ്ങളെ അവർ ദൈവങ്ങളായിട്ട് കാണുകയാണ്. മഴ ഏതോ ദൈവത്തിൻ്റെ പണിയായിട്ട് സങ്കല്പിക്കുകയാണ്. അതുപോലെ ഈ ചെടികൾ മുളപ്പിക്കുന്നത്, അങ്ങനെ കൃഷി, അതൊക്കെ ഏതോ ദേവീദേവന്മാരുടെ സേവനമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ കാലികളിൽ അവരുടെ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായി കണ്ടിട്ട് അവയെ ആരാധിക്കുകയാണ്. ഗോപൂജ വരെയുള്ളത്. അങ്ങനെ പാല് തരുന്ന കാലിയെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ കാലി ഞാനാണ് പാല് തരുന്നത് എന്ന് പറയല്ല ചെയ്യുന്നത്. പകരം ഇവരുടെ അടിമയായി ജീവിക്കുകയാണ്. ഫഹും ലഹാ മാലിക്കൂൻ. എന്നിട്ട് അവർ അതിൻ്റെ അടിമകളാണ്, ഇവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അന്ധവിശ്വാസികൾ ചിലപ്പോൾ അതിനെ ദൈവങ്ങളായി കാണുന്നു. നക്ഷത്രങ്ങളെ, അതുപോലെ മഴ പെയ്യുന്നതിൻ്റെ പിന്നിൽ ഒക്കെ പേടിക്കുകയും അതുപോലെ ദൈവങ്ങളെ സങ്കല്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതൊന്നും ആസൂത്രിതമല്ലാതെ താനെ ഇങ്ങനെ നടക്കുന്നതാണെന്ന് വിചാരിക്കുന്ന ദൈവനിഷേധികളെയും കാണാൻ കഴിയും. രണ്ടും യാഥാർത്ഥ്യമല്ല. പകരം ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ ആസൂത്രണമാണ്. അതുകൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ വഴി എന്ന് ചുരുക്കം. ഇനി ഇതേ നിലപാട് അംഗീകരിച്ച നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയുടെ കഥ അങ്ങനെ അങ്ങോട്ടാണ് ഇനി പറഞ്ഞു പോകുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله.